ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഗുഡ് ഫ്രൈഡേ നമ്മുടെ വീട്ടിലെ ലഞ്ച് പ്രിപ്പറേഷനാണ്. നമ്മളിപ്പോഴും ഗുഡ് ഫ്രൈഡേക്ക് കുറച്ച് കറികളും പപ്പടം വറുത്തും ഒക്കെയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് കുറച്ച് പുളിയൻമാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എൻ്റെ മോൻ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാണ്. ഞാൻ തോലുരിക്കണ കണ്ടപ്പോൾ ഞാൻ ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ കഷ്ടപ്പെടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. വേസ്റ്റും അവനെടുത്ത് കളയുന്നുണ്ട്. നല്ല കുട്ടിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ക്വിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ അധികം ടൈമൊന്നും എടുത്തിട്ടില്ല ഉണ്ടാക്കാനായിട്ട്. ഞാൻ പെട്ടെന്ന് എല്ലാ പണികളും ചെയ്യാറുണ്ട്. കുറേ നേരം കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യണത് എനിക്ക് തീരെ ഇഷ്ടമല്ല. കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ കുറേ നേരം നിന്നിട്ട് കുക്ക് ചെയ്യണത് താല്പര്യമില്ല. അപ്പോൾ ഞാൻ പച്ചക്കറികളൊക്കെ ഫസ്റ്റ് തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വേവിക്കാൻ വെക്കുകയാണ്. ഓരോ അടുപ്പിലും ഓരോന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുക്ക് ചെയ്യണത് കുറച്ച് പേർക്കെങ്കിലും ഭയങ്കര ഹാർഡായിട്ട് തോന്നും. പക്ഷെ അതിനോട് ഇഷ്ടപ്പെട്ട് ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ഹാർഡായിട്ട് തോന്നില്ല. പിന്നെ കറികൾ വെക്കാൻ കുറച്ചും കൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം എല്ലാത്തിൻ്റെ അരപ്പ് സെയിമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. പിന്നെ പച്ചക്കറി അരിയാനും വേവിക്കാനുള്ള ടൈം മാത്രം ഇതിന് അധികം എടുത്ത പോലെ എനിക്ക് തോന്നുള്ളൂ. പിന്നൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. വേസ്റ്റ് കൊണ്ട് കളയാൻ പോയ ആളെ പിന്നെ നോക്കുമ്പോൾ അവിടെ ഇരുന്ന് കളിക്കുന്നതാണ് കണ്ടത്. പണ്ടൊക്കെ ഞങ്ങൾ ഒരുപാട് കളിച്ചിരുന്നതാണ്. എന്താ പറയുക, അച്ഛനും അമ്മയും ആയിട്ട് കളിക്കുക, വീട് വെച്ച് കളിക്കുക, അതൊക്കെയാണ്. ഇപ്പോൾ പിന്നെ കളിക്കാൻ കൂട്ടുക ആരും ഇല്ലാത്തതുകൊണ്ട് അവൻ തന്നെ കളിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ പണിയിലോട്ട് വന്നു. ഞാനിപ്പോൾ അവിയലിലേക്കുള്ള അരപ്പാണ് ഇത് ചേർക്കുന്നത്. ഇതിൽ നാളികേരം, വെളുത്തുള്ളി, ചുവന്നുള്ളി, പിന്നെ ജീരകം ഇത്രയേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ തൈര് എക്സ്ട്രാ ഒഴിക്കുകയാണ് ചെയ്യണത്. ചില ആൾക്കാർ തൈര് ഇതിൽ തന്നെ മിക്സ് ചെയ്ത് ഒഴിക്കണ കണ്ടിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പുളിക്ക് മാങ്ങ ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ച് തൈര് ഞാൻ ഒഴിച്ചു. അതാണല്ലോ അതിൻ്റെ ഒരു രീതി. അതുകൊണ്ട് കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ പയറും മത്തങ്ങയ്ക്കും പിന്നെ സാമ്പാറിനും ഉള്ള പച്ചക്കറിയാണ് അവിടെ ഞാൻ വേവിക്കാൻ വെച്ചിരിക്കുന്നത്. പയറും പരിപ്പും ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ. പിന്നെ അവിയലിലേക്ക് ടേസ്റ്റ് കൊടുക്കുക എപ്പോഴും പച്ച വെളിച്ചെണ്ണ ഒന്ന് മേലെ തൂവി കൊടുക്കണതാണ്. അപ്പോൾ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂവാണ്. അവിയൽ ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം അവിയൽ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല പോലെ കഴിക്കും. ഞങ്ങളിത് ഈവനിങ് ചായക്കും ഒക്കെ എടുക്കാറുണ്ട് കഴിക്കാനായിട്ട്. നല്ല കട്ടൻ ചായയും അവിയലും ചേർത്ത് കഴിക്കാറുണ്ട്. ആരെങ്കിലും അങ്ങനെ കഴിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും കഴിക്കാറുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ. അടുത്തത് പയറും മത്തങ്ങയ്ക്കുള്ളതാണ്. ഇത് ഓൾറെഡി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന പയറാണ്. ഇതിലേക്ക് നമ്മൾ കുറേ ഇങ്ങനെ മുളക് പൊടി അങ്ങനെ ഒന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ. ഇതൊക്കെ പ്ലെയിനായിട്ട് നമ്മൾ വേവിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്യണതാണ്. നമ്മളങ്ങനെയാണ് ഇവിടെ ചെയ്യാറ്. അവിയലിലേക്ക് നമ്മളെടുത്ത അതേ അരപ്പാണ് ഇതിലേക്കുള്ളത്. ഞാനൊരു 2 പച്ചമുളക് എക്സ്ട്രാ ഇതിലിട്ടുണ്ടെന്നുള്ളൂ. ബാക്കി അരപ്പൊക്കെ സെയിമാണ്. അതായത് വെളുത്തുള്ളി, ചുവന്നുള്ളി, പിന്നെ ജീരകം. പിന്നെ പയറും മത്തങ്ങ എലിശ്ശേരിക്ക് ഞാൻ ലാസ്റ്റാണ് കടുക് വറുക്കുമ്പോഴാണ് ഞാൻ മുളക് പൊടി ഇടുക. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ലാസ്റ്റ് കടുക് വറുക്കുന്ന സമയത്ത് എത്രയും മുളക് പൊടി ആവശ്യമെന്ന് വെച്ചാൽ അങ്ങനെ മുളക് പൊടി ഇട്ടിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ നല്ല കളറും കിട്ടും, നല്ല ടേസ്റ്റും കൂടും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോഴൊക്കെ എന്താ ഇങ്ങനെയെന്നൊക്കെ തോന്നാം. ഓരോ വീട്ടിലും ഓരോ സ്റ്റൈലിലാണ് വെക്കുക. നമ്മുടെ വീട്ടിൽ വെക്കുന്ന സ്റ്റൈല് ഇതാണ്. കണ്ടോ, ഇപ്പോൾ കറക്റ്റ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും കളറൊക്കെ വന്നത് കണ്ടോ. പിന്നെ അടുത്തത് മാമ്പഴ പുളിശ്ശേരിയാണ്. മാമ്പഴ പുളിശ്ശേരി എനിക്ക് വെക്കാനൊന്നും വലിയ കാര്യമായിട്ട് അറിയില്ല. ഞാൻ അമ്മേനൊക്കെ വിളിച്ച് റെസിപ്പി ചോദിച്ച് യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് വെച്ചത്. അറിയാവുന്ന പോലെയൊക്കെ വെച്ചു. പക്ഷെ ടേസ്റ്റ് ഉഗ്രനായിരുന്നു കേട്ടോ. ആ മാങ്ങയുടെ ടേസ്റ്റാണെന്ന് തോന്നുന്നുണ്ട്. ഇത് കറക്റ്റ് മാമ്പഴ പുളിശ്ശേരിയുടെ മാങ്ങയാണ്. പുളിയൻ മാങ്ങ അങ്ങനെയാണ് ഇവിടെ അതിന് പറയാം. അപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇതെങ്ങനെ ഇത്ര ടേസ്റ്റായെന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ അറിയാത്ത സംഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അത് കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ തോന്നുന്നുണ്ട് എനിക്ക്. കാരണം ഈ അവിയലും സാമ്പാറൊക്കെ നമ്മൾ ഉണ്ടാക്കി മടുത്ത സംഭവം. മാമ്പഴ പുളിശ്ശേരിക്കൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാത്തതാണല്ലോ, മാങ്ങ കിട്ടാറില്ലല്ലോ. അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിലേക്ക് ബെല്ലൊക്കെ ഇടുമെന്ന് ഞാൻ കണ്ടു.
ഞാൻ വെള്ളവും ചേർക്കണില്ല, കാരണം ആ മാങ്ങ അത്യാവശ്യം നല്ല പുളിയും നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എക്സ്ട്രാ മധുരത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ മാമ്പഴപ്പുളിശ്ശേരിയുടെ അരപ്പിലേക്ക് ഒന്നും എക്സ്ട്രാ ചേർക്കേണ്ടതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ച് നാളികേരം ജീരകവും മാത്രം മതി. പിന്നെ പുളിക്ക് വേണ്ട തൈരും കുറച്ച് ചേർത്താൽ മതി എന്ന് കേട്ടിട്ടുണ്ട്. വേറെ ഒന്നും ഇതിലേക്ക് ഇടാൻ പാടില്ല. നെയ്യിലൊക്കെ ആൾക്കാർ ഈ മാമ്പഴം വേവിക്കണ കണ്ടിട്ടുണ്ട്. നെയ്യ് കാര്യങ്ങളൊന്നും എക്സ്ട്രാ ഇട്ടിട്ടില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ് വെച്ചത്. അടുത്തായിട്ട് സാമ്പാർ നമ്മൾ യൂഷ്വലി വെക്കുന്ന പോലെ തന്നെയാണ്. ഞാൻ ഓൾറെഡി സാമ്പാർ വെക്കുന്ന വീഡിയോ യൂട്യൂബിൽ മുന്നിട്ടിട്ടുണ്ട്. കാണാത്ത ആൾക്കാർ അത് പോയി കാണാം. നമ്മൾ ബ്രാഹ്മിൻ സാമ്പാർ പൊടി കൊണ്ടാണ് സാമ്പാർ ഉണ്ടാക്കുക. ഇത് ഞാൻ അധികം പച്ചക്കറി ഒന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ, കുറച്ച് പച്ചക്കറി ഉള്ളൂ. കാരണം നമ്മളെല്ലാം കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈസ്റ്ററാണ് വരാൻ പോകണം, അപ്പോൾ ഒന്നും കഴിക്കില്ല അധികം ആൾക്കാർ, പിന്നെ അത് വേസ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പപ്പടം കൂടി വറുത്ത് നമ്മുടെ കുക്കിംഗ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അധികം ടൈമൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ എല്ലാം കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതൊരു വാഴ എല്ലാം സംഘടിപ്പിക്കണം കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പറമ്പിൽ വാഴ ഇല്ലാത്തത് കൊണ്ട് അപ്പുറത്തെ വീട്ടിലത്തെ പറമ്പിൽ പോയിട്ട് വേണം ഇല മുറിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കൊച്ചിനെ വിട്ടിട്ടുണ്ട് ഇല മുറിക്കാൻ. അവൻ ഇല മുറിച്ച് വരുമ്പോഴേക്കും ഞാൻ കുക്ക് ചെയ്ത് എല്ലാം കൂടി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മൾ അവിയലാണ് ഫസ്റ്റ് വെച്ചത്. പിന്നെ മാമ്പഴപ്പുളിശ്ശേരി സൂപ്പറായിട്ടുണ്ട് കേട്ടോ, ടേസ്റ്റ് ചെയ്തൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ പയറ് മത്തങ്ങി എലിശ്ശേരി, ഇവിടെ എലിശ്ശേരി എന്നാണ് പറയുക, ചില സ്ഥലത്തൊക്കെ വേറെ പേര് പറയണ കേട്ടിട്ടുണ്ട്. പിന്നെ സാമ്പാറിലൊരു പെശക് പറ്റിയത് വെണ്ടക്കായ കറക്റ്റായിട്ട് വെന്തിട്ടില്ല. അപ്പോൾ ഇനി അതൊന്നും കൂടി വേവിക്കണം. അങ്ങനെ അതേ ഇല മുറിക്കാൻ പോയവൻ ഇല മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആകെ 2 ഇല മുറിക്കാൻ വേണ്ടി വിട്ടതാണ്. അപ്പോൾ ആൾ കുറേ ഇല കൊണ്ടുവരണ കണ്ടിട്ട് ഞാൻ പറഞ്ഞു 2 എണ്ണം മതി എന്ന് പറഞ്ഞപ്പോൾ ആൾ 3 എണ്ണം കൊണ്ടുവന്ന് നിൽക്കുക. അങ്ങനെ നമ്മുടെ ഗുഡ് ഫ്രൈഡേ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. നല്ല സാമ്പാറും ചോറും അവിയലും പപ്പടം എല്ലാം കൂട്ടിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കാരണം ഇനി വീഡിയോസ് ഇടാൻ വേണ്ടിയുള്ള ഒരു ഊർജ്ജമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. മാമ്പഴപ്പുളിശ്ശേരി എനിക്ക് എത്ര കഴിച്ചിട്ടും മതിയാവണുണ്ടായിരുന്നില്ല. ഞാൻ ആ മാങ്ങയൊക്കെ എടുത്ത് നല്ല ഞെരടിയിട്ടാണ് കഴിക്കേണ്ടായിരുന്നത്. എപ്പോഴും ഈ പുളിയും മധുരം എല്ലാം കൂടി മിക്സ് ചെയ്ത് തരുന്ന ടേസ്റ്റ്, അതൊരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണല്ലോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ടേസ്റ്റുകൾ. അതേപോലെ ഇഞ്ചിയും പുളി അതൊക്കെ അങ്ങനെയല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.
എല്ലാവർക്കും ബൈ.